പശ്ചിമേഷ്യയിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ കടുത്ത നീക്കവുമായി ഇറാൻ ഫോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി IRGC അറിയിച്ചു. വിലക്ക് ലംഘിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകൾ കത്തിക്കുമെന്നാണ് ഭീഷണി. മേഖലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ അമേരിക്ക അനുവദിക്കില്ലെന്നും ഇറാന്റെ പ്രഖ്യാപനം. അതേസമയം ടെഹ്റാനിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാനിലും ലെബനനിലുമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നു. വിവരങ്ങളുമായി അനുപമ ശ്രീദേവിയുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അനുപമ, യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നത്. ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാത അടയ്ക്കുമ്പോൾ അത് ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ആശങ്ക ഒട്ടുമേ ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് പശ്ചിമേഷ്യയിൽ നിന്നും ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ? പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും വലിയ രീതിയിൽ ലോകത്തിനും അതുപോലെ തന്നെ ഗൾഫ് മേഖലയ്ക്കും ഉള്ള വ്യാപാര പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു നടപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു സംഘർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കടലിടുക്ക് അടയ്ക്കുമെന്ന രീതിയിൽ ഇറാൻ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ആ ഭീഷണിയിലേക്ക് കടക്കുകയാണ്. പ്രധാനമായിട്ടും ആക്രമണ നീക്കങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കടലിടുക്ക് അടയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഈ ജലപാത എന്ന് പറയുന്നത് ഏകദേശം 160 കിലോമീറ്റർ നീളവും 33 കിലോമീറ്റർ വീതിയുമുള്ളൊരു ഒമാന്റെയും ഇറാന്റെയും രണ്ട് അതിർത്തികൾ പങ്കിടുന്ന ഒരു കടലിടുക്കാണെന്ന് പറയണം. 3.2 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ചെറിയ കപ്പൽ പാതയാണ് ഇതിനിടയിലുള്ളത്. ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണയുടെയും അതുപോലെ തന്നെ LNGയുടെയും എല്ലാം 20% നീക്കം നടക്കുന്നത് ഈ ഒരു കപ്പൽ പാതയിലൂടെയാണ്. അതായത് ഈ കപ്പൽ പാത അടയ്ക്കുന്നതോടെ വലിയ രീതിയിൽ ഗൾഫിൽ നിന്നുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ വലിയ രീതിയിൽ എണ്ണവിലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാനും ഈ ഒരു നീക്കം കാരണമാകും. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു സൗദിയിലെ അരാംകോ അടക്കമുള്ള റിഫൈനറികളിൽ ആക്രമണം നടത്തിയതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു അത്തരത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദം എണ്ണ വ്യാപാരത്തെ പശ്ചിമേഷ്യയിലെ ഗൾഫ് മേഖലയിലെ എണ്ണ വ്യാപാരത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു നീക്കത്തെ കാണേണ്ടത്. അതുപോലെ തന്നെ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ കത്തിക്കുമെന്നുള്ള രീതിയിൽ വലിയൊരു രീതിയിലുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. നിലവിൽ തന്നെ ഈ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലെയും അതുപോലെ തന്നെ ഹോർമൂസിലെയും കപ്പൽ ഗതാഗതത്തിൽ വലിയ രീതിയിലുള്ള തടസ്സം ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും സ്വന്തം കപ്പലുകൾ ചരക്ക് നീക്കം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വന്തം നിലക്ക് തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോർമൂസ് പൂർണ്ണമായും അടച്ചുകൊണ്ടൊരു നടപടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു നടപടി ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നും കത്തിച്ചു കളയുമെന്നുമുള്ളൊരു ഭീഷണിയിലേക്ക് തന്നെ കടക്കുന്നത്. അരുണ്യ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ ഒരു സംഘർഷത്തിൽ പശ്ചിമേഷ്യയിൽ ഇറാനിലേക്ക് US, ഇസ്രയേൽ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത ആക്രമണത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഇതുവരെ മരണസംഖ്യ 600 കടന്നിരിക്കുകയാണ്. ലെബനനിൽ കൊല്ലപ്പെട്ട 52 പേർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഒരു മരണസംഖ്യ എന്ന് പറയുന്നത്. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് 555 പേരാണ്. ഇസ്രയേലിലെ മരണസംഖ്യ എന്ന് പറയുന്നത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട മരണസംഖ്യ എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ 6 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത് അമേരിക്കൻ സൈനികരുടെ മരണസംഖ്യയിലുണ്ടായ ഉയർച്ചയാണ്. ടെഹ്റാനിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ഇതുവരെ ഈ സൈനിക നടപടിയുടെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 6ആയി ഉയർന്നിരിക്കുകയാണ്. നേരത്തെ ഖത്തറിലൊരു സൈനിക താവളത്തിൽ US സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ ഈ ഒരു മരണസംഖ്യയിലേക്ക് കൂടുതൽ പേർ ചേരുകയാണ്. അതുപോലെ തന്നെ 18 പേർ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണെന്നും US സൈന്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഈ നിലയ്ക്ക് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വെടിവെച്ചിട്ടു എന്നുള്ളൊരു റിപ്പോർട്ട് കുവൈറ്റ് തന്നെ സ്ഥിരീകരിക്കുന്നു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു F-15 വിമാനം കുവൈറ്റിൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിലധികം ഏകദേശം 3 യുദ്ധവിമാനത്തോളം ഈ കുവൈറ്റ് സേന തന്നെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പിന്നീടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കും ഇവിടെ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് പറയണം. എന്നാൽ ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും പിന്മാറുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ഇതുവരെയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുമുള്ള ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ 4 ആഴ്ച വരെ യുദ്ധം നീളാനുള്ള സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ് ട്രംപ് വീണ്ടും സൂചിപ്പിച്ചത്. ഇന്നലെ പുലർച്ചെയും സൂചിപ്പിച്ചതെന്ന് പറയണം. തനിക്ക് ഈ യുദ്ധം എത്ര നീണ്ടാലും സംഘർഷം എത്ര നീണ്ടാലും ബോറടിക്കില്ല എന്നുള്ള രീതിയിൽ വളരെ അപക്വമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്.
അതുപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ആയാലും ഈ ഇറാനിലെ സമ്പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേരിടുന്നവരെ സംഘർഷം തുടരും എന്ന നിലയ്ക്ക് തന്നെ US കോൺഗ്രസിലും സെനറ്റിലുമായി കഴിഞ്ഞ ദിവസം നടത്തിയ വിശദീകരണത്തിൽ പറയുകയുണ്ടായി. വലിയ രീതിയിൽ അമേരിക്കയിലും ഈ ഒരു സൈനിക നടപടിയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള വലിയ രീതിയിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട് പ്രതിപക്ഷ ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ നിന്ന്. അതുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് നടത്തിയ ഒരു വിശകലനത്തിൽ ഒരു സർവേയിൽ പറയുന്നത് അമേരിക്കയിൽ ജനസംഖ്യയുടെ 1/4 മാത്രമാണ് ഇറാനിലെ ഈ സൈനിക നടപടിയെ ന്യായീകരിക്കുന്നത്, ന്യായമാണെന്ന് കരുതുന്നു പറയുന്നു. വലിയ രീതിയിൽ ലോസ് ആഞ്ചലസിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രകടനങ്ങൾ നടന്നിരുന്നു. നേരത്തെ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ ഈ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടടക്കമുള്ള നീക്കങ്ങളിലേക്ക് ഇറാൻ കടന്നിരുന്നതിന് തുടക്കമിട്ടിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി IRGC സ്ഥിരീകരിച്ചിരിക്കുന്നു. പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചതിലൂടെ സംഭവിക്കുന്നത്. അനുപമ ശ്രീദേവിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.